NGO കോൺഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് ഇരുചക്ര വാഹന വിതരണം 40ാം ഘട്ടം എടവനക്കാട് പുളിക്കനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സമ്മേളനവും വിതരണവും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെറായി മണ്ഡലം പ്രസിഡന്റ് MB വീനിൽ അധ്യക്ഷത വഹിച്ചു. ഷെബിൻ ലാൽ തെക്കേടത്ത്, സുനിൽ കളമശ്ശേരി, KT ബിനീഷ്, ES പുരുഷോത്തമൻ, വിജു അഴീക്കൽ, VV അനിൽ, തുഷാര M പിള്ള, ചിന്താമണി, ഷീജ രാജു, വർഷ ഹരീഷ്, MG വിദ്യ, ഷാജി കളത്തിൽ, TV ബൈജു, MB ഉദയൻ, നന്ദകുമാർ PS, ശ്യാംലാൽ, MD ദിനേശ്, PA അജീഷ്, ജാസ്മിൻ, രാധിക രാജീവ്, KS സിനോജ്, ശക്തിധരൻ എന്നിവർ പ്രസംഗിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാം. അതേപോലെ ബുക്ക് ചെയ്യാൻ നിങ്ങളുടെ ഇൻകേസ് ഫോട്ടോയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതാത് കോർഡിനേറ്റർമാരുമായിട്ട് നിങ്ങളുടെ ഏരിയയിലുള്ള കോർഡിനേറ്റർമാരുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കൊണ്ടുപോകുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊണ്ടുപോകരുത്. ആപ്ലിക്കേഷൻ ഫോം സ്വീകരിക്കുന്നത് മുൻനിരയിലായിരിക്കും. ഏറ്റവും മുന്നിലുള്ള അറ്റത്തിരിക്കുന്ന ആളായിരിക്കും നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ സമർപ്പിക്കും. അത് ആദ്യത്തെ ആ നില കഴിഞ്ഞാൽ രണ്ടാമത്തെ നില, അത് കഴിഞ്ഞ് മൂന്നാമത്തെ നില, അങ്ങനെയാണ്. അപ്പൊ ഏതെങ്കിലും കസേരകൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ കസേരകളിലേക്ക് സ്ത്രീകൾ കയറിയിരിക്കും. നന്ദകുമാർ, PS ശ്യാമലാൽ, MD ദിനേശ്, PA അജീഷ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഇന്ത്യയുടെ സൈന്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ടൂറിനോ അതുപോലെ തന്നെ ഓണത്തിലുള്ള ആഘോഷങ്ങൾ ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിതിലൂടെ നിങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത്. അതിന് ഒരുപാട് ചർച്ചകൾ മഹാഭാരതം പഠിക്കാനായിട്ടാണ് എത്തിക്കുന്നത്. സൈന്യ പ്രസിഡന്റുമായ രാധാകൃഷ്ണൻ സാർ, സൈന്യ സംസ്ഥാന ട്രഷറർ KT ബിനീഷ്, YP ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ വിജു അഴീക്കൽ, BJP ജില്ലാ സമിതി അംഗം VV അനിൽ, സൈന്യ വനിതാ ഭാഗ കോർഡിനേറ്റർ ശ്രീമതി മീ ടീച്ചർ, സൈന്യ വനിതാ ഭാഗ കോർഡിനേറ്റർ ശ്രീമതി തുഷാര M പിള്ള, എറണാകുളം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ചിന്താമണി, എറണാകുളം പഞ്ചായത്ത് അംഗം ശ്രീമതി ഷീജ രാജു, ഉൾപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി വർഷ ഹരീഷ്, ഉൾപ്പള്ളി പഞ്ചായത്ത് അംഗം ശ്രീ രാഹുൽ, പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം AG വിദ്യ, സൈൻ കോർഡിനേറ്റർമാരായ ഷാജി കളത്തിൽ, TV ബൈജു, AB ഉദയൻ, നന്ദകുമാർ, PS ശ്യാംലാൽ, MD ദിനേശ്, PA അജീഷ്, മജീഷ് എടവനക്കാട്, മഹിളാ മോർച്ച BJP ചെറായി മണ്ഡലം പ്രസിഡന്റ് രാധിക രാജീവ്, സൈന്റെ ചെറായി മണ്ഡലം കോർഡിനേറ്റർ ജാസ്മിൻ ചേച്ചി, മറ്റേ ഇവിടെ സദസ്സിലിരിക്കുന്ന പ്രമുഖരെ
വൈപ്പിക്കരയിൽ ഏകദേശം ഒരു 2 വർഷക്കാലമായി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും കൂടുതൽ വിപുലമായ പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു 8-9 മാസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാപ്ടോപ്പ് ആയാലും ടൈൽ മെഷീൻ ആയാലും 2 വീലർ ഓണക്കി വിതരണം, പിന്നെ അതുകൂടാതെ സ്കൂൾ ബാഗ് വിതരണം, അങ്ങനെ പല പദ്ധതികളായിട്ട് സൈൻ നമ്മുടെ മുന്നിലുണ്ട്. സൈനിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. സൈനിനെ പറ്റി എല്ലാവരും തന്നെ പോരാടാറുണ്ട്. സൈനിക നമ്മൾക്ക് പകുതി പൈസ ആനന്ദങ്ങളുടെ നയിക്കുന്നത്. പക്ഷേ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CSR ഫണ്ട് കൊണ്ട് ഉപയോഗിച്ചുള്ള പരിപാടി സൈനിക നടത്തുന്നത്. അപ്പോൾ ഈ പരിപാടി നല്ല രീതിയിൽ നടത്തുവാനും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കൂട്ടായ്മകളിലൂടെ തന്നെ നമ്മുടെ ജനങ്ങളുടെ പലവിധ ലോകങ്ങളും നമുക്ക് സബ്സിഡി നൽകിയിരിക്കുന്നുണ്ട്. സൈനിക എല്ലാ പരിപാടികളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ഇനി വരുന്ന പരിപാടികൾ തന്നെ എല്ലാവരും അംഗങ്ങളാകാൻ വേണ്ടി നമ്മുടെ സൈനിക കാർഡ് വിതരണം നടക്കുന്നുണ്ട്. അതിന് മെമ്പർഷിപ്പ് എല്ലാവരും മേടിച്ചിട്ടുണ്ട്. അത് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. സൈനികരുടെ പരിപാടികളും പങ്കെടുക്കണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൊസൈറ്റിയിലെ വനിതകൾക്കായുള്ള 2 വീലർ വിതരണത്തിന്റെ 40ാം ഘട്ട വിതരണ ഉദ്ഘാടന വേദിയാണ് ഇന്ന് ഈ കുഴപ്പള്ളി വൈപ്പിക്കരയിൽ നടക്കുന്നത്. ഈ 40ാം ഘട്ട വാഹന വിതരണ ഉദ്ഘാടന വേദിയുടെ ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീമാൻ MP ബിനിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷൻ, ഈ വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാദരണീയനായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ, സയൻസ് സൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീമാൻ A. രാധാകൃഷ്ണൻ അവർ, ശ്രീ പ്രിയപ്പെട്ട A. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ വൈപ്പിക്കരയിലെ പൊതുജന സമ്മതനായിട്ടുള്ള പ്രിയപ്പെട്ട നേതാവ്, സയൻസ് സൊസൈറ്റിയുടെ സംസ്ഥാന ട്രഷറർ ശ്രീമാൻ KD ബിനീഷ്, വേദിയിൽ ഒട്ടനവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ, നേതാക്കന്മാർ ഉള്ളതുകൊണ്ട് ഞാൻ പേരെടുത്ത് ഓരോരുത്തരെയും പരാമർശിക്കുന്നില്ല. എല്ലാ നേതാക്കൾക്കും നമസ്കാരം. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക്, സൈൻ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. സൈൻ എന്ന സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദ നേഷൻ, ആ പേരിൽ തന്നെ കൃത്യമായി ഒരു മുദ്ര ചാർത്തിയിട്ടുണ്ട്. ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക്, സമഗ്രമായിട്ടുള്ള വികസനത്തിന് നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. അതാണ് സൈൻ എന്ന സൊസൈറ്റിയുടെ മുഖമുദ്ര. ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് ഈ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾക്ക്, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ തിരഞ്ഞെടുത്ത് നടപ്പിലാക്കി ഒരു ഐതിഹാസികമായ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ 40ാം ഘട്ട വാഹന വിതരണ പരിപാടി ഇവിടെ നടത്തുന്നത്. ഇതേ സമയം തന്നെ വൈകിട്ട് തലമയിൽ ഇതേ രീതിയിലുള്ള ഒരു വിതരണ പരിപാടി 41ാം ഘട്ട പരിപാടി കൂടി നടക്കുകയാണ്. വൈകിട്ട് ഒരേ ദിവസം ഒരേ സമയം 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മുടെ സയൻസ് സൊസൈറ്റിയുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി
സൂചിപ്പിച്ചത് ഓരോ നിമിഷവും സാധാരണക്കാരായിട്ടുള്ള വനിതകളുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ എത്തരത്തിൽ വിഷയങ്ങളെ ഏറ്റെടുക്കാൻ സാധിക്കും, എത്തരത്തിലുള്ള പദ്ധതികളെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിന്റെ അത് നടപ്പിലാക്കുന്നതിന്റെ വേഗതയുടെ ഒരു ഉദാഹരണമാണ് സൂചിപ്പിച്ചത്. ഏകദേശം 10,000-3,500 വില പറയുന്നത് പല ബ്രാൻഡുകൾക്ക് വില കൂട്ടുകയാണെങ്കിൽ 4,000-ത്തിനടുത്ത് വരും. 3,000-4,000-ത്തിനടുത്ത് വരുന്ന വിലയുള്ള ഒരു വലിയ ഓണക്കിറ്റ്, ഓണക്കോടി ഉൾപ്പെടെയുള്ള കിറ്റാണ് 1,500 രൂപ കൊടുക്കുന്നത്. നമ്മുടെ സ്കൂൾ കിറ്റ് വാങ്ങിയുള്ള ആളുകളോടുകൂടെ കൈപോകണം, ശരിക്കും പോകണേ. എങ്ങനെയാണ് നമ്മുടെ കിറ്റ്? എങ്ങനെയാണ് സ്കൂൾ കിറ്റ്? നല്ല കിറ്റായിരുന്നു. ഏകദേശം 3,000-ത്തിനടുത്ത് വിലയുള്ള വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള കിറ്റ് വെറും 1,000 രൂപയ്ക്കാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ബന്ധങ്ങളിലൂടെ അവർക്ക് കിട്ടിയത്. എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ പലപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളറുകളുള്ള ബാഗ് മേടിക്കാം, ഇഷ്ടമുള്ള കളറുകളുള്ള കുട മേടിക്കാം. അങ്ങനെ വാങ്ങിപ്പോകുന്നതിനപ്പുറത്തേക്ക് അരിസ്റ്റോ ബ്രാൻഡിന്റെ ബാഗ് 1,550 രൂപ വിലയുള്ള ബാഗ്, കൊളംബോയുടെ കുട, അങ്ങനെ വിവിധ പ്രോഡക്ട്സ് 19ഓളം പ്രോഡക്ട്സ് ആണ് കിട്ടിയത് അല്ലേ? 30,000-ഓളം അഭ്യർത്ഥിതരായിട്ടുള്ള യുവതി-യുവാക്കളെ ഒരു ക്യാമ്പസിലേക്ക് കൊണ്ടുവന്ന് 480-500ഓളം സ്ഥാപനങ്ങൾ ക്ഷണിച്ചു വരുത്തി ജോലി വാങ്ങിക്കൊടുത്ത് ഒരു മാർജിനുമില്ലാതെ ഒരു കമ്മീഷനുമില്ലാതെ 1,27,000-ൽ പരം അഭ്യർത്ഥിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്ത പ്രസ്ഥാനമാണ് സൈൻ. അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു നമ്മുടെ പ്രവർത്തനത്തിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് നൽകേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ ഈ സൈറ്റിന്റെ കാര്യങ്ങൾ നമ്മളും പ്രചാരകരാകുക, നമ്മളും പ്രചരിപ്പിക്കുക. നമ്മുടെ സുഹൃത്ത് നമ്മുടെ സൈക്കിൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂട്ടർ വാങ്ങുമ്പോൾ തൊട്ടടുത്ത ഒരാൾക്ക് കൂടി പരിചയപ്പെടുത്തി വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് വേണ്ടതാണ് ഒരു സ്കൂട്ടർ വേണം, കുറച്ച് ക്ഷമ വേണം, കുറച്ച് കാത്തിരുന്ന് ക്ഷമയോടെ കാത്തിരുന്ന്. ഇവിടെ നമുക്കറിയാം വളരെ ചില സമയമൊക്കെ കൂടുതൽ കാത്തിരുന്ന ആളുകൾ മികവിനുള്ള അംഗീകാരം എന്ന നിലയിൽ കഴിഞ്ഞ 50 ദിവസത്തിനുള്ളിൽ സൈറ്റ് ചെയർമാൻ ശ്രീമാനെ രാധാകൃഷ്ണൻ അവരെ തേടിയെത്തിയത് 2 പുരസ്കാരങ്ങളാണ്. ആദ്യത്തേത് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറിൽ നിന്നും അദ്ദേഹം ഏറ്റുവാങ്ങുകയും രണ്ടാമത്തേത് കോട്ടയത്ത് അന്താരാഷ്ട്ര യുവജന സംഘടനയായിട്ടുള്ള JCI നൽകിയ പുരസ്കാരവുമാണ്. ഈ 2 പുരസ്കാരത്തിൽ നിന്നും ലഭിച്ച തുക സൈറ്റ് നേതൃത്വം നൽകുന്ന ഹോട്ടൽ പ്രൊജക്റ്റിലേക്ക് 1.5 ലക്ഷം രൂപ അദ്ദേഹം ആ സമയത്ത് തന്നെ സംഭാവന ചെയ്തു എന്നുള്ള ഈ അവസരത്തിൽ ഞാൻ സന്തോഷത്തോടെ അറിയിച്ചു. ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ മന്ത്രിയാകണമെന്നില്ല എന്ന് ഞങ്ങളെ കാണിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമാനെ രാധാകൃഷ്ണന് വൈപ്പിൻകരയുടെ ആദരവ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ചെറായി മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി ശ്രീമാൻ MP വിജയനെ Smile.
സാഹചര്യം ഉണ്ടാക്കാൻ സ്വയം പര്യാപ്തത നേടേണ്ടതായിരിക്കും. പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരാൾക്ക് സൗജന്യമായ ഇത് വേണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് കുറെ മീൻ കൊടുക്കുന്നതിന് പകരം ഞങ്ങളുടെ താല്പര്യം അവർക്ക് സൗജന്യമായി ചൂണ്ട കൊടുക്കാൻ. എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരും വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായി മാറും. നമ്മുടെ ചെറിയ കുടുംബങ്ങളാണ്, ചെറിയ കുടുംബങ്ങൾ, ഭാര്യയും ഭർത്താക്കന്മാരുടെ കുടുംബങ്ങളുടെ കുടുംബം, മക്കൾ പഠിക്കുമ്പോൾ നല്ല ചെലവുണ്ടാവും, പ്രാരംഭമുണ്ടാവും, വീട് കൊടുക്കുന്നതിന് മാസം ബാങ്കിൽ അടയ്ക്കേണ്ടതായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ സഹോദരന്മാരെ സംബന്ധിച്ച് ഈ ആധുനികമായ സാഹചര്യത്തിൽ സ്വന്തം കാര്യം തയ്യൽ മെഷീൻ കൊടുക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായി അവരോട് പറഞ്ഞത് നിങ്ങൾ തുന്നൽ കേന്ദ്രത്തിലാണ് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി. ടീച്ചറിന്റെ തുഷാരയുടെ നേതൃത്വത്തിൽ എല്ലാ ഭാഗങ്ങളിലും കർഷകരുടെ രൂപീകരിക്കും. ആ കർഷകർക്ക് വഴി ഗുണനിർമ്മാണശാലകൾ, പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റുകൾ, ഹോട്ടലുകൾ, തയ്യൽ കേന്ദ്രങ്ങൾ, അതൊക്കെ വഴി വളരെ പരിമിതമായ കാര്യങ്ങളിലൂടെ എല്ലാ സഹോദരന്മാർക്കും സ്വന്തം കാര്യം എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സംരംഭത്തിൽ രൂപപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ എനിക്ക് സൂചിപ്പിക്കാറുള്ളത് സഹോദരന്മാർക്കുള്ളത് അവർക്ക് യാത്ര ചെയ്യാറുണ്ട്. സ്വന്തമായി സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞങ്ങൾ MSME-യുമായി സഹകരിച്ചുകൊണ്ട് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ സ്വന്തം യൂണിറ്റ് നമ്മുടെ പ്രദേശങ്ങളിൽ തുടങ്ങാം. 4-5 സഹോദരന്മാരെ ഒരുമിച്ച് ചേർന്ന് സ്ഥാപനം തുടങ്ങാം. അങ്ങനെ സ്വന്തമായി നിലനിൽക്കാൻ, മറ്റുള്ളവരെ കൊണ്ട് മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിലുള്ള സമ്മതം, സ്ത്രീ പുരുഷ സമ്മതം, അത് സാമ്പത്തികമായ രംഗത്ത് നമുക്കുണ്ടാകും. അതൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ, ഉന്നതമായ പ്രൊഫഷണൽ വിദ്യാഭ്യാസം സ്ത്രീയിൽ കാണുന്നതാണെങ്കിലും ഒക്കെ എല്ലാ ആളുകൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ പരിചയവും അവർ നടത്തുന്ന സമയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ജീവിതത്തിന് മുഖ്യ പങ്കാളിത്തം വഹിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരും സൂചിപ്പിക്കാനുള്ളത് ഈ പരിമിതമായ ചില സാമഗ്രികൾ വാങ്ങുന്നതിനപ്പുറത്ത് സ്വന്തം കാര്യം നിൽക്കാനുള്ള പരിശ്രമം ഉണ്ടാക്കണം. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ നൂറുകണക്കിന് ഹോട്ടലുകളാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. നൂറുകണക്കിന് യൂണിറ്റുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിയാത്മകമായി വരുമാനം ഉണ്ടാക്കുന്ന പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്. ഈ വൈകുന്നേരത്തെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരും എനിക്ക് സൂചിപ്പിക്കാറുള്ളത് നിങ്ങൾ നിരീക്ഷമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ യുവായിട്ട് ബന്ധപ്പെടണം, എല്ലാവരും ബന്ധപ്പെടണം. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടാക്കണം, നല്ല വരുമാനം ഉണ്ടാക്കണം, നല്ല അന്തസ്സോടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും നല്ല സന്തോഷം ഉണ്ടാകട്ടെ, നല്ല കുടുംബജീവിതം ഉണ്ടാകട്ടെ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുതുന്നവരായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ അപ്പുറത്ത് സ്ത്രീ ശാക്തീകരണം എന്ന അന്തസ്സത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ പരിപാടിയിൽ സംഘടിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെയും ഇവിടെ വന്നുചേർന്നിട്ടുള്ള എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി നമസ്കാരം. സ്ത്രീകൾക്ക് പകുതി വിലക്ക് വാക്സിൻ നൽകിയത് വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ച കേന്ദ്ര ആരോഗ്യ സ്ഥാപനവും സൈനിക സെക്രട്ടറിക്കും അതിന്റെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട്